നമസ്കാരം. ഇന്നലെ രാവിലെ മുതൽ കേരളം പ്രളയഭീതിയിലാണ്. 2018 ആവർത്തിക്കുമോ എന്നുള്ള ഒരു ഭീതിയിലാണ് കേരളം മുഴുവൻ. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകൾ. റാന്നിയൊക്കെ വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. കനത്ത മഴ തുടരുകയാണ്. ആ സാഹചര്യം ഇപ്പോഴും, ഭീതിയുടെ സാഹചര്യം ഇപ്പോഴും ഒഴിയുന്നില്ല. പലയിടത്തും മഴയുടെ തീക്ഷ്ണത കുറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും പ്രളയഭീതി നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജൂലൈ പകുതി മുതൽ ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനം പ്രളയക്കെടുതിയിൽ വലയുകയാണ്. നമ്മുടെ മലയാള മാധ്യമങ്ങൾ പലപ്പോഴും ആ വാർത്ത അറിഞ്ഞ ഭാവമേ കാണിക്കുന്നില്ല. ഏതാണ്ട് 90ഓളം ജീവനുകൾ ഇതിനകം നഷ്ടമായി കഴിഞ്ഞു. ആസാമിൻ്റെ കാര്യമാണ് പറയുന്നത്. ജൂലൈ പകുതി മുതൽ വലിയ പ്രളയം ആസാമിനെ വലയ്ക്കുകയാണ്. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഒരുപക്ഷെ നമ്മുടെ മലയാള മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കാത്തത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കില്ല. കാരണം അവിടെ BJP സർക്കാരാണ്, ഹിമന്ത ബിശ്വ ശർമ്മയുടെ BJP സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള സഹായം അസാമിന് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രചരിപ്പിക്കുന്നതിൽ മലയാള മാധ്യമങ്ങൾക്ക് ഒരു BJP വിരുദ്ധത കാരണം ഒരു മടി കാണും. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനുമപ്പുറത്തേക്ക് മറ്റൊരു ഘടകം കൂടി അസാമിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ നിശബ്ദമായി എല്ലാ കാലത്തും ഭാരതത്തിൽ എല്ലായിടത്തും ഏതെങ്കിലും ഒരിടത്ത് ദുരിതമുണ്ടായാൽ, എന്തെങ്കിലും ഒരു ആപത്ഘട്ടം പൊതുജനങ്ങൾക്ക് നേരിടേണ്ടി വന്നാൽ നിശബ്ദരായി വന്ന് സേവനം നടത്തി നിശബ്ദരായി തന്നെ മടങ്ങുന്നൊരു വിഭാഗം ആസാമിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. മറ്റാരുമല്ല, ദേശീയ സേവാഭാരതി. അതിൻ്റെ പൂർവാഞ്ചൽ വിഭാഗം ആസാമിൽ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് പ്രളയബാധിതരായിട്ടുള്ള 7,20,000 ആളുകൾക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിച്ചു വരികയാണ്. ജൂലൈ മാസം മുതൽ എന്ന് തന്നെയല്ല, ജൂൺ 1-ാം തീയതി മുതൽ ഇത്തരത്തിലുള്ളൊരു പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യത്തിന് തയ്യാറെടുക്കണമെന്നുള്ള അലേർട്ടുകൾ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ മുതൽ സേവാഭാരതി അവിടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. മാറ്റിപ്പാർപ്പിക്കേണ്ടവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. ഏതാണ്ട് ഈ ജൂലൈ പകുതി തുടക്കത്തിൽ തന്നെ ഏതാണ്ട് 200ഓളം പേരെ രക്ഷിച്ച് സുരക്ഷിതമായിട്ടുള്ള ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന പ്രവർത്തനത്തിൽ തുടങ്ങിയ സേവാഭാരതി ഇപ്പോൾ അസാമിലൊട്ടാകെ മെഡിക്കൽ ക്യാമ്പുകളും ഭക്ഷണ വിതരണത്തിനുള്ള ശൃംഖലകളും അവശ്യ സാധനങ്ങളുടെ വിതരണവും എല്ലാമായി ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രവൃത്തി അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുചീകരണവും പുനരധിവാസവും. സേവാഭാരതിക്ക് മാത്രം കഴിയാവുന്നൊരു കാര്യമാണ്. കാരണം പട്ടാളത്തിന് കഴിയും, ദുരന്ത നിവാരണ സേനയ്ക്കും കഴിയും. അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുക ഒരുപക്ഷെ പ്രളയമെല്ലാം അവസാനിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെയായിരിക്കും. പക്ഷേ സേവാഭാരതിക്ക് വർഷങ്ങളോളമുള്ള പരിചയം മറ്റൊരു സംഘടനയ്ക്കും, അതായത് സ്വകാര്യ സംഘടന എന്ന് വേണമെങ്കിൽ ഈ സർക്കാർ സംവിധാനങ്ങളുടെ പുറത്തുള്ള സംഘടനകൾക്കൊന്നും ഇല്ലാത്തത്ര പ്രവർത്തന പരിചയം ഈ ദുരന്ത മേഖലകളിൽ സേവാഭാരതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഈ ശുചീകരണത്തിനും, പ്രളയമെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കേരളം തന്നെ നാം കണ്ടിട്ടുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾ ഈ വാർത്തകൾ വിശകലനങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു പക്ഷേ ആ പ്രളയത്തിൻ്റെ ഒരു ഭീകരത അത്രയും വലുതായി അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും നാം എല്ലാം കണ്ടതാണ്. വീടുകളൊക്കെ ഏത് പരുവത്തിലാകും അവശേഷിക്കുന്നത്. പൂർണ്ണമായും തകർന്നൊലിച്ചു പോകാത്ത വീടുകളൊക്കെ ചെളിയും മറ്റ് പ്രളയത്തിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം നിറഞ്ഞ് താമസയോഗ്യമല്ലാത്തൊരു പരുവത്തിലേക്ക് പോകുന്നത് നാം എല്ലാം കണ്ടിട്ടുള്ളതാണ്. അത് ശുചീകരിച്ചെടുക്കുവാൻ തന്നെ എത്ര കാലം വേണ്ടി വന്നു. 2018 കഴിഞ്ഞ് എത്ര കാലം വേണ്ടി വന്നു പ്രളയത്തിൽ നിന്ന് കേരളം ഒന്ന് കരയേറി വരാനായിട്ട്, പ്രളയത്തിൻ്റെ ശേഷിപ്പുകളിൽ നിന്ന്. അതിനിടയിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ ആളുകൾ വേറെ, മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു പ്രളയമായിരുന്നു കേരളത്തിൽ എന്നുള്ള സത്യം വേറെ. ഇതെല്ലാം നടക്കുമ്പോഴും സേവാഭാരതി കേരളത്തിലും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമായിട്ട് തന്നെ. പക്ഷേ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം, കേരളത്തിൽ ഏതാണ്ട് 9ഓളം സേവാഭാരതി പ്രവർത്തകർക്ക് പ്രളയകാലത്ത് ജീവൻ നഷ്ടപ്പെട്ടു. അവരെ ഒന്ന് അംഗീകരിക്കുവാൻ പോലും പലവട്ടം ആലോചിക്കേണ്ടി വന്നു കേരള സർക്കാരിനും മറ്റ് രാഷ്ട്രീയക്കാർക്കും. അത് ഒരു രാഷ്ട്രീയ വിരുദ്ധ, കാരണം സേവാഭാരതി എന്നുള്ളത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിൻ്റെ ഒരു വലിയ കുടയ്ക്ക് കീഴിൽ വരുന്നൊരു പ്രസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം. പക്ഷേ സേവാഭാരതിക്ക് എപ്പോഴും പരാതിയൊന്നുമില്ല. അവരടുത്ത സേവനം എവിടെയാണ് നൽകേണ്ടത് എന്നുള്ള വിളിക്കായി കാതോർത്തിരിക്കുന്നു, അങ്ങോട്ടേക്ക് നീങ്ങുന്നു. അതിൻ്റെ അവസരം വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങുന്നു. അങ്ങനെ തന്നെയാണ് അവരിപ്പോഴും ആസാമിലും പ്രവർത്തിക്കുന്നത്. ആസാമിലുള്ള പ്രവൃത്തിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ചിത്രങ്ങളും
ഇതുമെല്ലാം ഞാൻ ഈ പറയുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. കുറേ കൂടി കാണിക്കാം, മെഡിക്കൽ ക്യാമ്പുകളും എല്ലാം. പക്ഷേ ദുരിതസമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ വീഡിയോകളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, അത്ര എളുപ്പമുള്ളൊരു രക്ഷാപ്രവർത്തനമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ദുരന്ത നിവാരണമോ സാധ്യമാകുന്നൊരു മേഖലയല്ല ആസാം. വളരെ ദുർഘടമായിട്ടുള്ള ഭൂപ്രദേശങ്ങളും നദികളും എപ്പോൾ വേണമെങ്കിലും ഈ ഫ്ലാഷ് ഫ്ലഡ്സ് എന്നുള്ള രീതിയിൽ മിന്നൽ പ്രളയം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളും എല്ലാം നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിലാണ് സേവാഭാരതി ഇത്രയും ക്രിയാത്മകമായി ആസാമിൽ പ്രവർത്തിക്കുന്നത്. അത് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ തന്നെ അവരതിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ്. നിങ്ങൾക്ക് ചെയ്യുവാൻ സാധ്യമായിട്ടുള്ള സഹായങ്ങൾ അതിൻ്റെ ഒരു രീതി നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു മാർഗരേഖ സ്ക്രീനിൽ കാണിക്കാം. ആ രീതിയിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം ഇത്തരത്തിലൊരു പ്രവർത്തനം സേവാഭാരതി നടത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങളാൽ കഴിയുന്നത്ര ആളുകളെ അറിയിക്കുവാനായി ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം സേവാഭാരതിക്ക് ഇതിൻ്റെ ഒരു കീർത്തി ലഭിച്ചിട്ട് നാളെ സേവാഭാരതിയിലെ ആരും തിരഞ്ഞെടുപ്പിൽ സേവാഭാരതിയുടെ പേരിൽ മത്സരിക്കുവാൻ പോകുന്നില്ല. ഒരുപക്ഷെ BJPയിലേക്ക് ചേക്കേറി മത്സരിക്കുന്നവരുണ്ടാകാം. പക്ഷേ സേവാഭാരതിയുടെ പ്രവർത്തന പരിചയം അവരെ നല്ലൊരു രാഷ്ട്രീയക്കാരുമാക്കി മാറ്റും. കാരണം ജനങ്ങളെ എങ്ങനെ സേവിക്കണം, എന്താണ് ജനങ്ങളുടെ പ്രശ്നങ്ങളെന്നുള്ളത് സേവാഭാരതിയിലെ പ്രവർത്തകരെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവർ കാണില്ല. കാരണം താഴെ തട്ടിൽ ഉള്ള ജനങ്ങളുമായി ഇടപഴകി ദൈനംദിന ജീവിതത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സേവാഭാരതി. തന്നെയുമല്ല, ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങൾ മാറ്റപ്പെടുന്നൊരവസ്ഥയിൽ, അതായത് ഏറ്റവും വലിയ ദുരിതങ്ങളും അവർ അഭിമുഖീകരിക്കുന്നൊരവസ്ഥയിലാണ് സേവാഭാരതി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് മിക്കപ്പോഴും ദുരന്ത നിവാരണമായി. ആ അവസരങ്ങളിൽ അവരോടുള്ള ഇഴയടുപ്പം സേവാഭാരതി പ്രവർത്തകർക്ക് ഒരുപാട് ഉണ്ടാകും. ജനങ്ങൾക്ക് തിരിച്ചും ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പുകളിലാണെങ്കിലും ഈ ശുചീകരണ ദുരന്ത നിവാരണ അല്ലെങ്കിൽ പുനരധിവാസ സംരംഭങ്ങളിലാണെങ്കിലും എല്ലാം അസാമിലും അത്തരത്തിലുള്ള സംരംഭങ്ങൾ നിരവധിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംരംഭങ്ങൾക്ക് പ്രേക്ഷകരുടെ പിന്തുണ തീർച്ചയായും ആവശ്യമാണ്. നമ്മുടെ നാടും പ്രളയസമാനമായിട്ടുള്ളൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണ്. കൂടുതൽ ദുരിതത്തിലേക്ക് നാട് പോകാനുള്ള സാധ്യതകൾ, ദുരന്തത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ പ്രവചനങ്ങളിലൂടെ, കാലാവസ്ഥ പ്രവചനങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ മിന്നിത്തെളിഞ്ഞു പോകുന്നുണ്ട്. തത്വമയി ന്യൂസ് കൃത്യമായിട്ടുള്ള തത്സമയമായിട്ടുള്ള അപ്ഡേറ്റുകൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നതുമുണ്ട്. പക്ഷേ നമ്മുടെ നാടും അസാമും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല, നമുക്കുണ്ടാകുവാൻ പാടില്ല. രണ്ടും ഭാരതത്തിലെ സംസ്ഥാനങ്ങളാണ്. വ്യക്തിപരമായി നമ്മൾ ജീവിക്കുന്ന നാട് എന്നുള്ള നിലയിൽ കേരളത്തിന് ഒരു മുൻഗണന നിങ്ങൾ കൊടുത്തുകൊള്ളൂ. പക്ഷേ പ്രളയം ബാധിക്കാത്തവർ, പ്രളയം TV-യിലൂടെ മാത്രം കാണുന്ന എന്നെയും നിങ്ങളെയും പോലുള്ളവർ, അല്ലെങ്കിൽ വാർത്തകളിലൂടെ മാത്രം അറിയുന്ന എന്നെയും നിങ്ങളെയും പോലുള്ളവർ, ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും നമ്മളാൽ സാധ്യമായ സഹായങ്ങൾ, ഒന്നുമില്ലെങ്കിലും ഏറ്റവും അവശ്യ സാധനങ്ങളെങ്കിലും, പല അവശ്യ സാധനങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള ജലശുചീകരണത്തിലുള്ള മാർഗ്ഗങ്ങൾ, ഇതെല്ലാം സേവാഭാരതി ചെയ്യുന്നുണ്ട്. ഒരു ബ്ലീച്ചിങ് പൗഡറും ഫിനോയിലും സാനിറ്ററി പാഡുകളും ഉണക്കിയ ഭക്ഷണ സാധനങ്ങളും ഡ്രൈ ഫുഡ്സും പരിസരം വൃത്തിയാക്കുവാനുള്ള സാധനങ്ങളും കുട്ടികൾക്ക് പഠിക്കുവാനുള്ള പഠന സാമഗ്രികളും എല്ലാം നൽകുന്നൊരു സംരംഭമാണ് സേവാഭാരതി ആസാമിലുടനീളം ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 7,20,000 ആളുകളെ നേരിട്ട് സഹായിക്കുന്ന ഒരു സംരംഭത്തിനാണ് സേവാഭാരതി അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ പ്രളയത്തിൻ്റെ ഒരു കാഠിന്യം ഒന്ന് കുറഞ്ഞ് ദുരിതബാധിതരുടെ എണ്ണം കണക്കാക്കുമ്പോൾ 1,20,000 താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള മറ്റുള്ളവരെ പുനരധിവസിപ്പിക്കുന്ന പ്രക്രിയയുമൊക്കെയായി സേവാഭാരതി ആസാമിൽ ക്രിയാത്മകമായി നിശബ്ദരായി പ്രവർത്തിക്കുകയാണ്. നാളെ നിങ്ങൾ 1 രൂപയുടെ സഹായം പോലും ചെയ്തിട്ടില്ലെങ്കിൽ അവരാരോടും പരാതിയൊന്നും പറയാൻ പോകുന്നില്ല. അവരവിടുത്തെ പ്രവർത്തനങ്ങൾ വൃത്തിയായി പൂർത്തീകരിക്കും. ആസാമിലെ ജനങ്ങളുടെ പുഞ്ചിരി മാത്രം സ്വീകരിച്ചുകൊണ്ട് നന്ദി വേണ്ട, പുഞ്ചിരി മതി എന്ന് DYFIക്കാർ പറയുമല്ലോ. സേവാഭാരതി അനുകരിച്ച് പൊതിച്ചോറ് തുടങ്ങി അത്തരത്തിലുള്ള പല വേലകളും DYFI കാണിച്ചിട്ടും DYFIയുടെ ഒരു സംരംഭവും സേവാഭാരതിയുടെ പ്രവർത്തനത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്താത്തത്, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളുടെ ഉയരങ്ങളിലേക്ക് എത്താത്തതിൻ്റെ കാരണം ആത്മാർത്ഥത എന്നുള്ളൊരു ഘടകമാണ്. സേവാഭാരതിക്കാർ വരുന്നു, അവരിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന കടമ ചെയ്യുന്നു, സേവനങ്ങൾ ചെയ്യുന്നു, ദുരന്ത നിവാരണമാണെങ്കിൽ അത് ചെയ്യുന്നു. അതിനുശേഷം നിശബ്ദരായി അവർ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. അത് തന്നെയാണ് അവർ ആസാമിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഈ ആസാം സംബന്ധിച്ചുള്ള നിരവധി വാർത്തകൾ ആസാമിൽ സേവാഭാരതിയുടെ സംഘാടകരും ചുമതലക്കാരുമൊക്കെയായിട്ട് നമ്മൾ അഭിമുഖങ്ങൾ എടുക്കുന്നുണ്ട്, ടെലിഫോണിലൂടെ ബൈറ്റുകൾ എടുക്കുന്നുണ്ട്. അതെല്ലാം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാം. പക്ഷേ ഇതൊരു ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം. ഇത്രയും കാലം അതിനെക്കുറിച്ച് പറയുവാൻ എടുത്തതിൽ തത്വമയി ന്യൂസും പ്രേക്ഷകരോട് തന്നെ ഖേദം പ്രകടിപ്പിക്കുന്നു. കാരണം നേരത്തെ തന്നെ പ്രേക്ഷകരോട് ഇത് അറിയിക്കേണ്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സംസ്ഥാനം പ്രളയത്തെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പറയുന്നത് കൂടുതൽ ഉചിതമാണ് എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ സംസ്ഥാനമല്ല, നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും പ്രളയ സമാനമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ പ്രളയങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആസാമിൽ സ്ഥിതി വ്യത്യസ്തമല്ല. സേവാഭാരതി കൂടെയുണ്ട്. ഈ പലപ്പോഴും ജിഹാദികൾ പറയുന്നൊരു തമാശയായിട്ട് ഒക്കെ പറയുന്നുണ്ടല്ലോ, ഈ അടുത്തിടയ്ക്ക് മട്ടാഞ്ചേരി മാഫിയയുടെ ഒരു സ്ഥിരം സ്റ്റാർ ഉണ്ടല്ലോ, കഞ്ചൻ സ്റ്റാർ, പഴയ ഒരു മിമിക്രിക്കാരൻ്റെ മകൻ ഷെയ്ൻ നിഗം അഭിനയിച്ച ഏതൊരു സിനിമയിലും പരിഹാസപൂർവ്വം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, സംഘം കാവലുണ്ടെന്നുള്ളത്. സംഘം തീർച്ചയായും കാവലുണ്ട്. സംഘം സേവാഭാരതിയുടെ രൂപത്തിൽ ആസാമിന് കാവലുണ്ട്. അതാണ് പ്രേക്ഷകർ ഈ കണ്ട ചിത്രങ്ങളും ഞാൻ ഈ പറഞ്ഞ പ്രവർത്തികളും അവരവിടെ ചെയ്യുന്ന ഓരോരോ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും സംഘം കാവലുണ്ട് എന്ന വാക്കുകൾ അന്വർത്ഥമാക്കുന്ന പ്രവർത്തികളാണ്. ഈ വിവരം പ്രേക്ഷകരോടൊന്ന് അറിയിച്ചത്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആസാമിന് ചെയ്തു കൊടുക്കുക. അതിനുള്ള വിവരങ്ങൾ ഒരിക്കൽ കൂടി സ്ക്രീനിൽ പ്രദർശിപ്പിക്കാം. അല്ല എങ്കിൽ പോലും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്കൊന്ന് എത്തിക്കുവാനെങ്കിലും ശ്രമിക്കുക. ഇല്ലെങ്കിലും സേവാഭാരതിക്ക് എന്തായാലും ഒരു പരാതിയും നിങ്ങളോടുണ്ടാകാൻ പോകുന്നില്ല. അവർ അവരുടെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകും. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ സഹകരണങ്ങളും തുടരട്ടെ. അപ്പോൾ കൂടുതൽ സംവാദങ്ങളുമായി വൈകാതെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.